സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഡിവൈഎസ്പിയോട് ശാരിക സംസാരിക്കുമ്പോൾ ഡിവൈഎസ്പി എന്നെ വിശ്വസിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് രാഖി എത്രയും പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം, അവൾ ഇല്ലാതാകണമെന്ന് പറയുമ്പോൾ അത് ഓക്കെ പറയുകയാണ്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ രാജീവിനും രാഖിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ശാരികയുടെ അടുത്തേക്ക് രാജീവൻ വന്നാൽ പോരെ, അത് ഞാൻ ഏറ്റു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് എപ്പോൾ നടക്കും ഇതെന്ന് ചോദിക്കുകയാണ് ശാരിക. അപ്പോൾ പറയുകയാണ് അത് ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. ശേഷം രാജീരമ്മയോടാണ് കാണിക്കുന്നത്. രാജീരമ്മയിൽ രാഖിയും രാജീവനും തമ്മിലുള്ള സംഭാഷണം. അത് രാഖി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, അതായത് പുറത്ത് പോയിട്ട് ആ ഡ്രസ്സ് പോലും ഇരിക്കുന്നത് കാണുമ്പോൾ രാജീവ് രാഖിയോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ പറ്റിയേ, നീ എന്താ ഇങ്ങനെ ഇത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ, നീ എന്താ അവിടെ അത്രയും ഇമോഷണൽ ആയിപ്പോയെ, നീ എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടി, എന്തായിരുന്നു ആ ഷോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് അയാളെ കണ്ടപ്പോൾ വളരെ പേടി തോന്നി, രാജീവേട്ടനെ എന്തോ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വന്നതായിട്ട് തോന്നി, എനിക്ക് എല്ലാവരും പേടിയാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. നീ സമാധാനമായിട്ടിരിക്കും, നിനക്കൊന്നും സംഭവിക്കില്ല, നീ പറയുന്ന പോലെ അപകടം വരുമെന്നും പറഞ്ഞ് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വാതിലടച്ച് അകത്തിരിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു അപകടം എനിക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര അടച്ചുപൂട്ടി വീട്ടിലിരുന്നാലും അത് സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി പോകുമ്പോഴേക്കും രാഖി പറയുകയാണ് അങ്ങനെ ഒരിക്കലും പറയല്ലേ, എനിക്ക് രാജീവേട്ടൻ ഇല്ലാത്തൊരവസ്ഥ എനിക്ക് മക്കൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാജീവൻ എന്നോട് പറയുകയാണ് നീ ധൈര്യമായിട്ടിരിക്കും, എനിക്കൊന്നും സംഭവിക്കില്ല, എനിക്ക് നാളെ എന്തായാലും രജിസ്ട്രേഷൻ ഓഫീസ് വരെ ഒന്ന് പോകണം, ഒരു കാര്യമുണ്ട്, ഒരു വലിയ ഭാരം ഇറക്കി വെക്കാനുണ്ടെന്ന് പറയുകയാണ്. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാജീവൻ അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് നിൽക്കുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ജഗന്നാഥനുമുണ്ട്. ജഗന്നാഥനോട് പറയുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സാധിച്ചു തന്നു, ഇനി നമ്മുടെ തമ്മിലൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ജഗന്നാഥൻ പറയുകയാണ് എന്നെ ഇത്രയും വലിയൊരു കോടീശ്വരനാക്കിയിട്ട് അങ്ങനെ പോവുകയാണോ, ഞാൻ എത്ര വലിയ ആഡംബര ഹോട്ടലിൽ പോയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് അത്രയും വലിയൊരു ഗിഫ്റ്റാണ് നിങ്ങൾ തന്നതെന്നൊക്കെ രാജീവനോട് പറയുകയാണ്. അതൊന്നും എനിക്കറിയണ്ട, നിങ്ങൾ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് എഴുതി തന്നത്, പിന്നെ എന്തായാലും എന്നെയും എൻ്റെ രാഖിയെയും മക്കളെയൊക്കെ ഇത്രയും ദ്രോഹിച്ച ഒരാൾക്ക് ഞാൻ ഈ സ്വത്തുക്കളൊന്നും തിരിച്ചു കൊടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ജഗന്നാഥന് ഇത് എഴുതി തന്നതും ജഗന്നാഥൻ എന്തായാലും ശാരികയെ വിവാഹം കഴിക്കാൻ റെഡിയായിട്ടിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെയാണ്, എന്തായാലും നമ്മൾ ഇനി തമ്മിൽ കാണണ്ട, നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ തീർന്നു, ഇനി ഒരു പ്രശ്നവും നമ്മൾ തമ്മിലില്ല. ശാരികയെ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ഈ സ്വത്തുക്കളെല്ലാം തിരിച്ച് ജഗന്നാഥന് എഴുതി തന്ന കാര്യം ശാരിക അറിയണം, എനിക്കും രാഖിക്കോ മക്കൾക്കോ അവളുടെ ഒരു സ്വത്തും ഞങ്ങൾ തട്ടിയെടുത്തിട്ടില്ലെന്ന് അവൾ മനസ്സിലാക്കണം, അതിപ്പോൾ പറയണ്ട, നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവൻ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. രാജീവൻ വീടാണ് കാണിക്കുന്നത്. രാജീവൻ വീട്ടിൽ വന്നിട്ട് രാജീവൻ രാഖിയോട് പറയുകയാണ് എല്ലാ സ്വത്തുക്കളും ഞാൻ ജഗന്നാഥന് എഴുതി കൊടുത്തു, അതിന് വേണ്ടിയിട്ട് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്നൊക്കെ പറയുമ്പോൾ അതൊരു അബദ്ധമായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തൻ്റെ ഭർത്താവിന് എന്ന പേരിലാണ് രാജീവനെ വിശ്വസിച്ചിട്ടാണ് ശാരിക അങ്ങനെ ചെയ്തത്, സ്വത്തെല്ലാം രാജീവേട്ടൻ്റെ പേരിലേക്ക് എഴുതി തന്നത്, അതും അവൾ അറിയാതെ മറ്റൊരാൾക്ക് എഴുതി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിംഗ് കേസ് അവൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ന്യായീകരണം പറയാൻ സാധിക്കും, കാരണം നമ്മളത് എഴുതി കൊടുത്തത് ജഗന്നാഥൻ അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ് ചെയ്തുകൊണ്ട് മാത്രമാണ്, പക്ഷെ അത് നമുക്ക് കോടതിയിൽ പറയാൻ പറ്റില്ല, പിന്നെ നമ്മൾ എന്ത് ന്യായം പറയും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നീ ധൈര്യമായിട്ടിരിക്കുക, അതിനൊക്കെ എന്തെങ്കിലും വഴിയുണ്ടാവും, ഇങ്ങനൊരു ചീറ്റിംഗ് കേസ് അവൾ കൊടുത്താൽ തന്നെ ഞാനും അവൾ തമ്മിലുള്ള ഐക്യം അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ അവളെ ഞാൻ ചീറ്റ് ചെയ്തു, ഇനി അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ഒരു കുടുംബജീവിതമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ, എനിക്ക് അത് ചെയ്യാൻ സാധിക്കും, അതിന് വേണ്ടിയിട്ടാണ്, അതൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ ഉള്ളത് പറയുകയാണ്. അപ്പോൾ അതിന് അവൾ സമ്മതിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവളെ ഞാൻ മാക്സിമം പ്രകോപിപ്പിക്കും, എന്നിട്ട് ഞാനത് എഴുതി വാങ്ങിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രാഖിയെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ തന്നെ കോൾ വരുമ്പോഴേക്ക് എഴുതുകയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ അത് മെയിൽ ചെയ്താൽ പോരെ, പുറത്തേക്ക് പോകണ്ടെന്നൊക്കെ പറയുകയാണ്. നീ ധൈര്യമായിട്ടിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് രാജീവൻ പുറത്തേക്ക് പോവുകയാണ്. ശേഷം യോഗേശ്വരി ആൻറ്റിയും ജഗന്നാഥനെയുമാണ് കാണിക്കുന്നത്. ജഗന്നാഥൻ ചെന്നിട്ട് ആ ഫയൽ കാണിക്കുകയാണ്, രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് 120 കോടി സ്വത്തിൻ്റെ ഉടമയാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ യോഗേശ്വരി ആൻറ്റി ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്നെ മറക്കല്ലേ മോനെ, ഞാൻ നിൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായി, എനിക്ക് ഒരു ചെറിയ ഫ്ലാറ്റ് ഞാൻ ബാംഗ്ലൂർ കണ്ടുവച്ചിട്ടുണ്ട്, എനിക്കത് വാങ്ങിത്തരണം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഞാൻ ഏറ്റു എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ശാരിക വരുന്നത് കാണുമ്പോൾ ഈ ഫയലെല്ലാം കൊണ്ട് ഭദ്രമായിട്ട് വെക്കുക, എന്നിട്ട് നാളെ തന്നെ ഇത് ബാങ്ക് ലോക്കറിലേക്ക് മാറ്റണം എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് യോഗേശ്വരി ആൻറ്റി ശാരികയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് ഞാൻ മോളെ കാത്തിരിക്കുകയായിരുന്നു, ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ എന്താണ് ഒരു പ്രത്യേക സ്നേഹം, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി ഒരു പട്ടുസാരിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, നാളെ മോളുടെ ജന്മദിനമല്ലേ, അപ്പോൾ അന്നത്തെ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോൾക്ക് ഗിഫ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടൊക്കെ അങ്ങനെ ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ തന്നെ ശാരികയും മനസ്സിൽ എന്തോ ഉറപ്പിക്കുന്നുണ്ട്. കാണിക്കുന്ന രാജീവൻ വീട്ടിൽ നമ്മുടെ ആരതി ചേച്ചി എത്തുന്നതാണ്. അപ്പോൾ രാഖി ആകെ ടെൻഷൻ ആയിരിക്കുന്നതാണ്. രാജീവനെ പലതവണ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പോൾ ആകെ ടെൻഷൻ അടിച്ച് ഞാൻ രാജീവേട്ടനെ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴേക്കും
രാഖിയും കാത്ത് രാജീവൻ അവിടെ വരികയാണ്. എന്നിട്ട് ആര്യ ചേച്ചി പറയുന്നുണ്ട്, ആകെ ടെൻഷൻ അടിച്ച് നിന്നെ നോക്കി ഇറങ്ങാൻ പോവുകയായിരുന്നു. അപ്പോൾ നീ എനിക്ക് എന്താ പറ്റി, നീ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു, അതാണ് നിനക്ക് വിളിച്ചിട്ട് എന്നെ കിട്ടാതിരുന്നത്, നീ ധൈര്യമായിട്ട് ഇരിക്കുന്നതൊക്കെ പറയുകയാണ്. അപ്പോൾ തന്നെ വേറൊരു കോൾ വരുന്നുണ്ട്, അത് കട്ട് ചെയ്ത് കളയുകയാണ്. രാജീവൻ പോയിട്ട് അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വേറെ ആരുടെയും അല്ല, നമ്മുടെ ശാരികയാണ് വിളിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, എനിക്ക് രാജീവേട്ടനെ കാണണം എന്ന് പറയുമ്പോൾ എനിക്ക് കാണാനുമില്ല സംസാരിക്കാനും ഒന്നും എനിക്കൊരു താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കാണണം, അത് നിർബന്ധമാണ്, എനിക്ക് നാളെ തന്നെ കാണണം എന്ന് പറയുകയാണ്. ജന്മദിനമായിട്ട് ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ശാരികയാണ് കാണിക്കുന്നത്. ശാരികയോട് ഇത്രയും നല്ല സൗന്ദര്യമുള്ള നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയ രാജീവനെ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പൊക്കുന്നുണ്ട് ശാരികയെ. എന്നിട്ട് അതിനിടയിൽ ജഗന്നാഥൻ വന്നിട്ട് ഒരു ഡയമണ്ടിൻ്റെ റിങ് കൊടുക്കുമ്പോൾ അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. എനിക്ക് ഈ ദിവസം കിട്ടേണ്ടത് രാജീവേട്ടൻ്റെ അടുത്ത് നിന്നാണ്, വേറെ ആരുടെയും ഗിഫ്റ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശാരിക അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് കാണുന്നത് രാജീവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ശാരികയെ. അപ്പോൾ ശാരിക നിന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് വേണം, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ച് വരുത്തിയത്? അതിൻ്റെ യാതൊരു ആവശ്യമില്ല, നീ എൻ്റെ ഭാര്യയൊന്നുമല്ല, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പോകുമ്പോൾ, പോവല്ലേ രാജീവേട്ട, എനിക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും കുറച്ച് നല്ല മുഹൂർത്തങ്ങളിലും സന്ദർഭങ്ങളെങ്കിലും നല്ലൊരു കുറച്ച് നിമിഷങ്ങളിൽ എനിക്ക് വേണ്ടി തന്നെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പോകാൻ പോകുന്ന ആളെ കൈ പിടിച്ച് നിർത്തുകയാണ്. ഇതെല്ലാം വേറൊരാളെ കൊണ്ട് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സന്ദർഭം കാണിച്ചിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.